السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله وحده والصلاة والسلام على من لا نبي بعده. ബഹുമാന്യരെ, ദുആ എന്നത് ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ വളരെ ശക്തമായ ഒരു ആയുധമാണ്. നാം ഓരോരുത്തരും ഈ ദുനിയാവിലെ ജീവിതത്തിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരാണ്. ഈ ജീവിതത്തിന് ശേഷം വരാൻ പോകുന്ന ജീവിതം ആഖിറം, അവിടെയും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ അതിനൊക്കെ പരിഹാരം അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനോട് ചോദിക്കുക എന്ന ആ ഒരു അമലിൽ, ആ ഒരു ഇബാദത്തിലാണ് അള്ളാഹു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് നാം നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ അവസ്ഥകൾ, നമ്മുടെ ദുഃഖം, നമ്മുടെ പ്രയാസം എല്ലാം നാം സൃഷ്ടാവായ അള്ളാഹുവിനോട് പറയുക. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കേൾക്കുന്നതാണ്, നമുക്ക് അല്ലാഹു പരിഹാരം നൽകുന്നതുമാണ്. ഞാനിന്ന് ഇവിടെ ഓതുന്ന ഈ ഒരു ദുആ, പ്രാർത്ഥന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ദുആയാണ്. ഇത് നാം ഓരോരുത്തരും പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും നിരന്തരമായി നമ്മുടെ ദുആയിൽ നാം ഉൾപ്പെടുത്തുകയും ചെയ്യണം. നമ്മളൊക്കെ ബലഹീനരാണ് സഹോദരങ്ങളെ. ആ ബലഹീനതകളെയാണ് ഈ ദുആയിൽ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ആ ബലഹീനതകളിൽ നിന്നും നാം അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം ദുആ ചെയ്യുമായിരുന്നു: اللهم إني أعوذ بك من الهم والحزن والعجز والكسل والبخل والجبن وضلع الدين وغلبة الرجال. اللهم എന്നോടൊപ്പം ദുആ ആവർത്തിക്കുക. അത് കാരണത്താൽ നല്ലതുപോലെ പഠിക്കാൻ കഴിയും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വൽ അജ്സി വൽ കസൽ والبخل والجبن وضلع الدين ഉച്ചാരണം ശ്രദ്ധിക്കണം. وضلع الدين വലദ്ദാലിൻ എന്നതിലെ വാദാണ്. وضلع الدين وغلبة الرجال. അല്ലാഹുവേ, ഞാൻ നിന്നോട് കാവൽ തേടുന്നു ചിന്താകുലതയിൽ നിന്നും, ദുഃഖത്തിൽ നിന്നും, ദുർബലതയിൽ നിന്നും, അലസതയിൽ നിന്നും, പിശുക്കിൽ നിന്നും, ഭീരുത്വത്തിൽ നിന്നും, കടഭാരത്തിൽ നിന്നും, ആളുകൾ എന്നെ കീഴ്പ്പെടുത്തുന്നതിൽ നിന്നും. اللهم اے اللہ یا اللہ ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ തേടുന്നു, മിനൽ ഹമ്മി, ചിന്താകുലതയിൽ നിന്നും. എന്താണ് ചിന്താകുലത? ഭാവിയെപ്പറ്റിയുള്ള ചിന്ത. എന്തായിത്തീരും ഭാവിയിലുള്ള അവസ്ഥകൾ, എൻ്റെ അവസ്ഥ, മക്കളുടെ അവസ്ഥ, വീട്ടുകാരുടെ അവസ്ഥ,
നാമൊക്കെ ആ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവരാണ്. ഭാവിയെ പറ്റിയുള്ള ചിന്ത. വൽഹസൻ, വൽഹസൻ ദുഃഖത്തിൽ നിന്നും, മിനൽ ഹം, ഈ രണ്ട് വാക്കും ശ്രദ്ധിക്കണം. ഹം എന്നാൽ ഭാവിയെ പറ്റിയുള്ള ചിന്ത. വൽഹസൻ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖത്തിൽ നിന്നും, വൽ അജ്സി ദുർബലതയിൽ നിന്നും, ബലഹീനതയിൽ നിന്നും, വൽ കസലി വൽ അജ്സി ദുർബലതയിൽ നിന്നും, വൽ കസലി മടിയിൽ നിന്നും, അലസതയിൽ നിന്നും, വൽ ബുഖ്ലി പിശുക്കിൽ നിന്നും, വൽ ജുബനി ഭീരുത്വത്തിൽ നിന്നും, വദലഇദ്ദൈനി കടഭാരത്തിൽ നിന്നും, വഗലബതിർ റിജാലി മറ്റുള്ളവർ എനിക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കുന്നതിൽ നിന്നും. പല രീതിയിലുമാകാം മറ്റുള്ളവർ നമ്മളെ കീഴ്പ്പെടുത്തുക. വഗലബതിദ്ദൈലി മറ്റുള്ളവർ കീഴ്പ്പെടുത്തുന്നതിൽ നിന്നും, മറ്റുള്ളവർ എനിക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കുന്നതിൽ നിന്നും, എന്നെ നിന്ദിതപ്പെടുത്തുന്നതിൽ നിന്നും, എന്നെ പ്രയാസപ്പെടുത്തുന്നതിൽ നിന്നും, എനിക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കുന്നതിൽ നിന്നും. അള്ളാഹുവേ, ഞാൻ നിന്നോട് കാവൽ തേടുന്നു. ഇമാം ബുഖാരി റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഈ ദുആ നാം പഠിക്കുക. ഈ ദുആ നാം പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഉറച്ച വിശ്വാസമുണ്ട്. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ നിന്നും ഈ പറയുന്ന മോശമായ ഗുണങ്ങൾ, അവസ്ഥകൾ അല്ലാഹു നീക്കുകയും നമ്മുടെ ജീവിതത്തെ അല്ലാഹു ജല്ല ജലാലുഹു പ്രകാശപൂരിതമാക്കുകയും ചെയ്യുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.